ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹുരാഷ്ട്ര പര്യടനം തുടരുന്നു. ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി നാളെ നമീബിയയിൽ. ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ വ്യവസായ രംഗം ജപ്പാനെ മറികടന്ന് ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്തെത്തിയതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിലും ജാഗ്രതാ നിർദ്ദേശം. 2026 ഹജ്ജിനുള്ള അപേക്ഷാ നടപടികൾക്ക് തുടക്കമായി. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. അമ്പെയ്ത്ത് ലോകകപ്പിന്റെ സ്റ്റേജ് 4 മത്സരങ്ങൾക്ക് ഇന്ന് സ്പെയിനിൽ തുടക്കം. ദീപിക കുമാരിയും ജ്യോതി സുരേഖ വെന്നവും ഇന്ത്യൻ സംഘത്തെ നയിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പുരോഗമിക്കുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ബ്രസീൽ തലസ്ഥാനമായ ബ്രസീലിയയിലെത്തി. ബ്രസീൽ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. പുനരുപയോഗ ഊർജ്ജം, കൃഷി, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, രഹസ്യവിവര കൈമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഒപ്പുവെക്കുമെന്ന് ബ്രസീലിലെ ഇന്ത്യൻ അംബാസഡർ അറിയിച്ചു. 57 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീലിയ സന്ദർശിക്കുന്നത്. ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നമീബിയയിലെ വിൻഡ്ഹോക്കിലെത്തും. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമീബിയ സന്ദർശിക്കുന്നത്. നമീബിയൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തുന്ന ശ്രീ മോദി അദ്ദേഹവുമായി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. എണ്ണ, പ്രകൃതിവാതകം, ഹൈഡ്രോ കാർബണുകൾ, അപൂർവ മൂലകങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതും ഇരുവരും ചർച്ച ചെയ്യും. നമീബിയൻ പാർലമെന്റിനെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യുന്നുണ്ട്. ധാതു വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ നമീബിയയുമായി വിശാലമായ ഒരു പങ്കാളിത്തമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്ന് നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രാഹുൽ ശ്രീവാസ്തവ അഭിപ്രായപ്പെട്ടു. जब प्राइम मिनिस्टर जी आएंगे उसमें भी वार्तालाप होगी. ऑयल एंड गैस में हमारा और भी यहाँ पर प्रेजेंस बढ़ेगा और नमीबिया अपनी एक रिफाइनरी बनाना चाहता है. नमीबिया अपने पोर्ट इंफ्रास्ट्रक्चर को बढ़ाना चाहता है. और दूसरा एरिया है क्रिटिकल मिनरल्स. लिथियम हो गया, ग्रेफाइट है, उसके बाद मोलिब्डेनम, हेवी रेयर अर्थ, काफी सारे मिनरल्स हैं जिस पर हमारे PSUs इन्वेस्ट कर सकते हैं. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. മലപ്പുറം ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട്ടിലും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. നിപ ബാധയുടെ സാഹചര്യത്തിൽ പ്രത്യേക OP സേവനങ്ങൾ ഇ-സഞ്ജീവനി ആപ്പിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെ വവ്വാലുകളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിദഗ്ധ സംഘം സംസ്ഥാനത്തെത്തും. സ്ഥിരമായി ഉപയോഗിക്കാത്ത പ്രധാനമന്ത്രി ജൻധൻ അക്കൌണ്ടുകൾ ക്ലോസ് ചെയ്യാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി എന്ന മട്ടിലുള്ള വാർത്തകൾ തള്ളി ധനമന്ത്രാലയം. ഇത്തരം അക്കൌണ്ടുകൾ നിരീക്ഷിച്ചു വരികയാണെന്നും അതത് അക്കൌണ്ട് ഉടമകളെ ബന്ധപ്പെടാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ജൻധൻ അക്കൌണ്ട് ഉടമകളുടെ എണ്ണത്തിൽ ദിനംപ്രതി വലിയ വർധനവാണ് ഉണ്ടാകുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സംയുക്ത ദൌത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് കര, നാവിക, വ്യോമസേനാ മേധാവിമാർ ന്യൂഡൽഹിയിൽ മുതിർന്ന സേനാ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തു. സേനകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന് പ്രതിജ്ഞാബദ്ധരാണെന്ന് തലവന്മാർ ഉറപ്പു നൽകി. ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നാവിക, വ്യോമ നീക്കങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതി രൂപീകരണം സംബന്ധിച്ച് ചർച്ചകൾ നടന്നതായി കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു. 2026 ഹജ്ജിനുള്ള അപേക്ഷാ നടപടികൾക്ക് തുടക്കമായി. തീർത്ഥാടകർക്ക് ഔദ്യോഗിക ഹജ്ജ് പോർട്ടൽ വഴിയോ ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷാ ജാലകം വഴി ഈ മാസം 31 അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകർക്ക് 2026 ഡിസംബർ 31 വരെ സാധുതയുള്ള മെഷീൻ റീഡബിൾ ഇന്ത്യൻ അന്താരാഷ്ട്ര പാസ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ബീഹാറിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുള്ള സർക്കാർ ജോലി തദ്ദേശവാസികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ തീരുമാനിച്ച് ബീഹാർ സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ ജോലികളിൽ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള 35% സംവരണം ഇനി മുതൽ ബീഹാറിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ലഭ്യമാകൂ. ബീഹാറിന് പുറത്തുള്ള സ്ത്രീകളെ ജനറൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 21 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കും. പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രസക്ത വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ഇന്ന് രാത്രി 12 മുതൽ നാളെ രാത്രി 12 വരെയാണ് പണിമുടക്ക്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിവിധ തൊഴിൽ സംഘടനകൾ ആരോപിച്ചു. ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ വ്യവസായം ജപ്പാനെ മറികടന്ന് ആഗോളതലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഈ മേഖലയിലെ വളർച്ച രാജ്യത്തെ 4.5 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കയറ്റുമതിയിലെ മുന്നേറ്റത്തിനും വഴിവെച്ചതായും അദ്ദേഹം പറഞ്ഞു. ഫരീദാബാദ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവള ഇടനാഴിയിൽ ഏക് പേഡ് മാക്കേ നാം 2ാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ऑटोमोबाइल सेक्टर में हमारा नंबर करीब 13-14वां नंबर था और हमारे यहाँ अभी इतने गति से प्रगति हो रही है कि अभी हमने जापान को पीछे डालकर हम वर्ल्ड में 3रे नंबर पर पहुंचे हैं. करीब 22 लाख करोड़ की हमारी ऑटोमोबाइल इकोनॉमी बनी है. ये जो इंडस्ट्री है इसकी विशेषता यह है कि देश में 4.5 करोड़ युवाओं को इसने रोजगार दिया है. നവജാത ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കുമുള്ള ലോകത്തെ ആദ്യ മലേറിയ മരുന്നിന് അംഗീകാരം. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള മരുന്ന് നിർമ്മാണ കമ്പനിയായ നൊവാർട്ടിസ് വികസിപ്പിച്ചെടുത്ത കോർട്ടം എന്ന മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്ക് സ്വിസ് അധികൃതർ അംഗീകാരം നൽകി. സ്വിറ്റ്സർലൻഡിലെ മെഡിസിൻസ് ഫോർ മലേറിയ വെഞ്ചൂർ എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് മരുന്ന് വികസിപ്പിച്ചത്. മലേറിയ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മരുന്ന് ആഴ്ചകൾക്കുള്ളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2023 മാത്രം 5 ലക്ഷത്തിലധികം പേരാണ് ലോകത്ത് മലേറിയ ബാധിച്ച് മരിച്ചത്. ഇന്നു മുതൽ സ്പെയിനിലെ മഡ്രിഡിൽ ആരംഭിക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിന്റെ സ്റ്റേജ് 4 മത്സരങ്ങളിൽ 16-അംഗ ഇന്ത്യൻ സംഘത്തെ മുൻ ലോക 1-ാം നമ്പർ താരം ദീപിക കുമാരിയും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് ജ്യോതി സുരേഖ വെന്നവും നയിക്കും. 49 രാജ്യങ്ങളിൽ നിന്നായി 336 അമ്പെയ്ത്ത് താരങ്ങളാണ് ഈ മാസം 13 വരെ നീണ്ടുനിൽക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഒക്ടോബറിൽ ചൈനയിലെ നാൻജിങ്ങിൽ നടക്കുന്ന ലോകകപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള അവസാനഘട്ട മത്സരങ്ങളാണ് സ്പെയിനിൽ നടക്കുന്നത്. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാമത്തെ T20 അന്താരാഷ്ട്ര മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. ഓവലിൽ നടന്ന അവസാന മത്സരത്തിൽ 5 റൺസിന് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ നിലവിൽ 2-1 മുൻപിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ഈ മാസം 12-ന് ബിർമിംഗ്ഹാമിൽ നടക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് മറ്റന്നാൾ വെസ്റ്റ് മിനിസ്റ്ററിൽ തുടക്കമാകും. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന ICAR കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ 62ാം സ്ഥാപക ദിനാഘോഷം വെള്ളിയാഴ്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതിക വിദ്യകളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും പ്രകാശനം, ധാരണാപത്ര കൈമാറ്റം എന്നിവ ഗവർണർ നിർവഹിക്കും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബെഹാരി വിശിഷ്ടാതിഥിയാകും. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 270 പോയിന്റ് നേട്ടത്തിൽ 83,713-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 61 പോയിന്റ് ഉയർന്ന് 25,523-ലുമാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 12 വരെ കർണാടക തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ സംസ്ഥാനമായ ടെക്സസിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. 40-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹിരാഷ്ട്ര പര്യടനം തുടരുന്നു. ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി നാളെ നമീബിയയിലെത്തും. ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ വ്യവസായ രംഗം ജപ്പാനെ മറികടന്ന് ആഗോളതലത്തിൽ 3ാം സ്ഥാനത്തെത്തിയതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിലും ജാഗ്രതാ നിർദ്ദേശം. 2026-ലെ ഹജ്ജിനുള്ള അപേക്ഷാ നടപടികൾക്ക് തുടക്കമായി. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. അമ്പെയ്ത്ത് ലോകകപ്പിന്റെ സ്റ്റേജ് 4 മത്സരങ്ങൾക്ക് ഇന്ന് സ്പെയിനിൽ തുടക്കം. ദീപിക കുമാരിയും ജ്യോതി സുരേഖ വെന്നവും ഇന്ത്യൻ സംഘത്തെ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.